അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തിരുന്നത്? എനി വുമൺ എന്നുള്ള പോയതിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആയിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിന്റെ ആൻസേഴ്സും പിന്നെ ഒരു അപ്രീസിയേഷൻ. നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ച ഒരു അപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ഉള്ളതുകൊണ്ട് ഞാനൊരു അപ്രീസിയേഷനും തരാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എനി വുമൺ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു there are 6 stanzas in the poem. 6 stanza ആയിരുന്നു പോയത്തിൽ ഉണ്ടായിരുന്നത്. ആൻഡ് each stanza consists of 4 lines. അതുപോലെ ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയാണ്. ആൻഡ് ഇറ്റ്സ് നോൺ ഫോർ ഇറ്റ്സ് ഫിഗർ ഓഫ് സ്പീച്ച്. അപ്പൊ നമുക്ക് എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6 സ്റ്റാൻസി എനി വുമൺ പോയത്തിന്റെ 6 സ്റ്റാൻസി അതുപോലെ തന്നെ കാതറിൻ ടൈനനെ പറ്റിയിട്ടും നമ്മൾ ചെറിയൊരു ബ്രീഫ് പ്രൊഫൈല് നോക്കിയിരുന്നു. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ കാതറിൻ ടൈനന്റെ കുറച്ചുകൂടി പ്രൊഫൈലിലെ കുറച്ചുകൂടി പാർട്ട് ആഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ എക്സാമിന് ഓതറിനെ അല്ലെങ്കിൽ പോയിറ്റിനെ ഇത്ര ഡീറ്റെയിൽ ആയി ചോദിക്കുന്നില്ല. നമുക്ക് അപ്രീസിയേഷൻ ഒക്കെ എഴുതുമ്പോൾ ഒരു ലൈനിലെങ്ങാനും ഓതറിനെ പറ്റി എഴുതാണ്. അതുകൊണ്ട് നമുക്ക് ഓതറിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ടൈനാനെ പറ്റി ഒന്നുകൂടി അറിയണം എന്നുണ്ടെങ്കിൽ ഗൂഗിള് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ നമുക്കിപ്പോ ടെക്സ്റ്റിലുള്ള ഡീറ്റെയിൽസ് തന്നെ നിങ്ങളുടെ എക്സാമിന് എഴുതാവുന്നതിലും അധികമാണ്. അപ്പൊ നമുക്ക് അത്രയും ഡീറ്റെയിൽസ് മതി ഇപ്പോൾ ഓൾറെഡി നമ്മുടെ പോയിറ്റിനെ പറ്റിയിട്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം എനി വുമൺ ആൻഡ് എലാബറേറ്റ് ദ ഐഡിയ കൺവേഡ് ഇൻ ദ പോയം. ലൈൻസ് ഗിവൺ ബിലോ. ഇത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം എനി വുമൺ. അപ്പോൾ ഇതിന്റെ താഴെ എനി വുമൺ എന്നുള്ള പോയത്തിലെ കുറച്ച് ലൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലൈൻസ് വായിച്ചിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ഐഡിയ എന്താന്ന് എലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ കൺവേ ചെയ്തു കൊടുക്കണം. അതായത് ആ 2 ലൈൻസിൽ ആ 4 ലൈൻസിൽ കൊടുത്തിരിക്കുന്ന ഐഡിയ എന്തെന്ന് നമ്മൾ എലാബറേറ്റ് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏത് ലൈൻസാ കൊടുത്തത് നോക്കാം. I am the pillars of the house. The keystone of the arch am I. Take me away and roof and wall would fall to ruin me utterly. I am the pillars of the house. ഞാനാണ് വീടിന്റെ എന്ത് തൂണുകൾ. I am the keystone of the arch am I. ഞാനാണ് കമാനത്തിന്റെ അടിസ്ഥാന ശില. Take me away and roof and wall would fall to ruin me utterly. എന്നെ എടുത്തു മാറ്റുവാണെങ്കിൽ റൂഫും അതുപോലെ തന്നെ മേൽക്കൂരയും ചുവരുകളും ഒന്നാകെ റൂയിൻ ചെയ്യും, ഇടിഞ്ഞു വീഴും. അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലൈൻ. അപ്പൊ നോക്കാം. ഈ എലാബറേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ ഫാമിലിയിലും മദറിനുള്ള ഇമ്പോർട്ടന്റ്. അവൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഫാമിലി എങ്ങനെയാവും? പിന്നെ മദറിന് പില്ലറുമായിട്ടും കീസുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. Pillars and the keystone are the main support of a building. ഒരു ബിൽഡിങ്ങിന്റെ മെയിൻ സപ്പോർട്ടാണ് അതുപോലെ പില്ലേഴ്സും കീസ്റ്റോണും പില്ലറും ഒരു ബിൽഡിങ്ങിന്റെ മെയിൻ സപ്പോർട്ടാണ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഹാവ് എ ബിൽഡിംഗ് വിതൗട്ട് പില്ലേഴ്സ്. അതായത് പില്ലേഴ്സ് ഇല്ലാതെ ഒരു കെട്ടിടം പണിയുന്നത് അസാധ്യമാണ്. ഹിയർ ദ പോയിറ്റ് പറയുന്നത് എന്താന്ന് വെച്ചാല് മദർ ഈസ് ദ പില്ലേഴ്സ് ആൻഡ് ഓഫ് ദ ഹൗസ്. അപ്പൊ ഇവിടെ പോയിറ്റ് പറയുന്നത് അമ്മയാണ് പില്ലേഴ്സും അതുപോലെ തന്നെ കീസ്റ്റോണും വീടിന്റെ കീസ്റ്റോണും. വിച്ച് മീൻസ് ഷീ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ഫാമിലി. അപ്പൊ പോയിറ്റ് പറയുന്നുണ്ട് വീടിന്റെ തൂണുകളും അതുപോലെ അടിസ്ഥാന ശിലയും എല്ലാം അമ്മയാണ്. കാരണം അതുവഴി ടൈനാൻ കാണിക്കുന്നത് മദറിന് ഫാമിലിയിലുള്ള ഇമ്പോർട്ടൻസിനെയാണ്. If there is no mother in a family, the family will lose its unity just like a collapsed building without pillars and keystone. If there is no mother, അവിടെ ഒരു അമ്മ ഇല്ലെങ്കിൽ, ഒരു ഫാമിലിയിൽ ഒരു അമ്മ ഇല്ലെങ്കിൽ, the family will lose its unity. ആ ഫാമിലിക്ക് അതിന്റെ ഐക്യം നഷ്ടപ്പെടും. ജസ്റ്റ് ലൈക്ക് കൊളാപ്സ്ഡ് building, ഇടിഞ്ഞു പൊളി വീട് പോലെയാവും ആ വീട്. വിതൗട്ട് പില്ലേഴ്സ് ആൻഡ് കീസ്റ്റോൺ. അതായത് അമ്മയില്ലാത്ത വീട് എന്ന് പറഞ്ഞാല്
പില്ലേഴ്സും തൂണുകളും അടിസ്ഥാന ശിലയില്ലാത്ത ഒരു വീട് പോലെ കൊളാപ്സ്ഡ് ആയ ഒരു കണ്ടീഷനിലായിരിക്കും. അത് എന്താന്ന് പറയുന്നത് വെച്ചാല് പില്ലേഴ്സ് ഒരു ബിൽഡിങ്ങിന്, പില്ലേഴ്സും കീ സ്റ്റോണും ഒരു ബിൽഡിങ്ങിന് എത്ര ഇമ്പോർട്ടന്റ് ആണോ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫാമിലിക്ക് അമ്മ എന്ന് പറയുന്നത്. കാരണം അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഫാമിലി കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആവും. അതുപോലെ തന്നെ പില്ലേഴ്സും കീ സ്റ്റോണും ഇല്ലെങ്കിൽ ബിൽഡിങ്ങും കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആവും. മദർ ഈസ് ദി ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഹൗസ്. അപ്പൊ ഈ 4 ലൈൻസ് ഉണ്ടല്ലോ. I am the pillars of the house. The keystone of the arch am I. Take me away and all would fall to ruin me utterly. ഈ 4 ലൈനിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ മദർ ആണ് ഒരു ഫാമിലിയിൽ ഇന്റഗ്രൽ പാർട്ട്, ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് അമ്മ എന്നാണ് ഈ 4 ലൈനിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ ഒന്ന് വായിക്കും. It's not possible to have a building without pillars. Here the poet says, what is the pillars and the keystone of the house, which means she is the important part of family. If there is no mother in a family, the family will lose its unity, just like a collapsed building without pillars and keystone. Mother is the integral part of the house. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. I am the pillars of the house. The keystone of the arch am I. Comment on the opening lines of the poem. Any woman with a special focus on the poetic devices used in the poem. അപ്പൊ നമ്മുടെ ഓപ്പണിംഗ് ലൈൻ ഉണ്ടല്ലോ, ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദ കീസ്റ്റോൺ ഓഫ് ദ എർത്ത് ആം ഐ. അപ്പൊ ഈ ലൈൻസ് വെച്ചിട്ട് നമുക്ക് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ്, ഫിഗർ ഓഫ് സ്പീച്ചസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലൈനിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് ഏതാ? മെറ്റഫർ ആണ്. Metaphor is poetic. Metaphor യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. Pillars and keystone are the main support of a building. തൂണുകളും അതുപോലെ തന്നെ അടിസ്ഥാന ശിലയും ഒരു ബിൽഡിങ്ങിന്റെ മെയിൻ സപ്പോർട്ടാണ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഹാവ് എ ബിൽഡിംഗ് വിത്തൗട്ട് പില്ലേഴ്സ്. ഒരു ബിൽഡിങ്ങും പില്ലേഴ്സ് ഇല്ലാതെ നിലനിൽക്കില്ല. ഹിയർ ദ പോയിന്റ് സേസ് മദർ ഈസ് ദ പില്ലേഴ്സ് ആൻഡ് ദ കീസ്റ്റോൺ ഓഫ് ദ ഹൗസ്. അമ്മയാണ് വീടിന്റെ പില്ലേഴ്സും കീസ്റ്റോണും എന്ന്. വിച്ച് മീൻസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ, അമ്മയാണ് വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ഓപ്പണിംഗ് ലൈൻസിൽ ഐ ആം ദ പില്ലർ, ആ ലൈൻ ഉണ്ടല്ലോ, ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ഐ ആം ദ കീസ്റ്റോൺ ഓഫ് ദ ദി കീസ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റഫർ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞതാണ്. ഈ പോയത്തിലെ ഈ 2 ലൈനിൽ നമ്മൾ യൂസ് ചെയ്ത ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ ആണെന്ന്. കാരണം അമ്മയെ കമ്പയർ ചെയ്യുന്നത് പില്ലേഴ്സും കീസ്റ്റോണും ആയിട്ടാണ്. അവളുടെ ഇമ്പോർട്ടൻസ്, വീട്ടിലെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവളെ പില്ലേഴ്സുമായിട്ടും കീസ്റ്റോണും ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Read the lines from the poem and answer the questions that follow. Some day old danger, they go against wind and snow. Though whom a woman lied in a ഇവിടെ മാൻചർ ആട്ടോ, ഇവിടെ മാനേജർ എന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ നോക്കാം, മാൻചർ ടേക്ക് മീ നോട്ട് ടിൽ ചിൽഡ്രൻ. അപ്പോ ഈ ആൻസർ ചെയ്യാം. അപ്പൊ ലൈൻസ് ഒന്നുകൂടെ നോക്കിക്കോളൂ. ഐ ആം ദെയർ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ. വീടിന് നേരെ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ ഞാനൊരു വാളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദെയർ ഡോർ അഗെയിൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ. വിൻഡ് ആൻഡ് സ്നോ മീൻസ് പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. വിൻഡിനും സ്നോയ്ക്കും, അതായത് വീട്ടുകാർക്കെതിരെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ അവിടെ ഒരു ഡോറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദോ ഹും വുമൺ ലൈഡ് ഇൻ എ മാച്ചർ. ഇവിടെ ജീസസ് ക്രൈസ്റ്റിനെ ആണല്ലോ നമ്മളെ മദർ മേരി പുൽത്തകിടില്, അതായത് ലോൺസിൽ പ്രസവിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ അവര് ദോ എന്ന് ജീസസ് ക്രൈസ്റ്റിനെ അഡ്രസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. എന്റെ മക്കള് വളരുന്നത് വരെ നീ എന്നെ അങ്ങോട്ടേക്ക്, അതായത് മരിക്കാൻ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വിളിക്കരുതെന്ന് പറയുകയാണ്. ഈ ലൈനാണ് നോക്കാം. What does the wind and snow represent in the poem? ഈ പോയത്തിൽ വിൻഡും സ്നോയും എന്താണ്? നമ്മൾ തുടക്കം തൊട്ട് പോയം എടുക്കുമ്പോൾ തൊട്ട് പറയുന്നതാണ് വിൻഡ് ആൻഡ് സ്നോ എന്ന് പറയുന്നത് പ്രോബ്ലംസ് ആണ്. The wind and snow represents problems that a family faces. അപ്പൊ വിൻഡ് സ്നോ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഫാമിലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെയാണ്. ഓക്കെ, അപ്പൊ വിൻഡ് ആൻഡ് സ്നോ എന്താ? Problems that a family faces. Who is the woman referred in the third line? അപ്പൊ നമ്മൾ ഈ തേർഡ് ലൈനിൽ ഒരു വുമണിനെ പറയുന്നില്ലേ? ഇതാ കണ്ടോ, ഈ വുമൺ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ആ വുമൺ ആരാ? ജീസസ് ക്രൈസ്റ്റിനെ പ്രസവിച്ച സ്ത്രീ ആരാ? മദർ ഓഫ് ജീസസ്, അതായത് മേരി, മദർ ഓഫ് ജീസസ്. മേരിയാണ് ഈ നമ്മുടെ ഈ ലൈനിൽ റെഫർ ചെയ്തിരിക്കുന്ന വുമൺ. വാട്ട്സ് ദ വേർഡ് ദോ മീൻ? ഹൂ ഡസ് ഇറ്റ് റെഫർ ടു ഇൻ ദ പോയം എനി വുമൺ? നമ്മൾ പറഞ്ഞല്ലോ ദോ എന്നത് ഒരു ഓൾഡ് ഇംഗ്ലീഷ് വേർഡ് ആണ്, അത് ഈ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. വാട്ട് ഡസ് ദ വേർഡ് ദോ മീൻ? എന്താണ് ആ വേർഡ് മീൻ ചെയ്യുന്നത്? ദ വേർഡ് ദോ മീൻസ് യു. യു എന്നാണ് ആ വേർഡ് പറയുന്നത്. അപ്പോ നമ്മുടെ ദോ എന്ന് പറഞ്ഞാൽ യു ആണ്. പിന്നെ ദ വേർഡ് ദോ റെഫേഴ്സ് ടു ഗോഡ് ഇൻ ദ പോയം. അപ്പോ ഈ കവിതയിൽ ദോ എന്ന് അഡ്രസ് ചെയ്തിരിക്കുന്ന ആരെയാ? ഗോഡിനെ, അതായത് ജീസസ് ക്രൈസ്റ്റിനെയാണ് ദോ എന്ന് അഡ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആകെ ഡിസ്കസ് ചെയ്ത് വളരെ 3 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് ഈ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് സെലക്ട് ചെയ്ത് പഠിക്കാം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഈ 3 ക്വസ്റ്റ്യൻസ് പൊതുവെ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ആൻസറും നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താന്ന് വെച്ചാൽ അതില് ഈ 4 ലൈനിൽ ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ദി കീസ്റ്റോൺ ഓഫ് ദ ആർച്ച് ആം ഐ, ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വോൾ, ഇതിലെ കൊടുത്തിരിക്കുന്ന റൂഫ് ആൻഡ് വോൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അട്ടർലി, ഇതിൽ കൊടുത്തിരിക്കുന്ന മീനിങ്ങിനെ ഒന്ന് എലാബറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും നമ്മുടെ ഓപ്പണിംഗ് ലൈൻസ് കൊടുത്തിട്ട് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റഫർ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മളൊന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. മിക്കവാറും അതൊക്കെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാം മനസ്സിലാക്കി പഠിക്കുക. ഒന്നും ബൈ ഹാർട്ട് ചെയ്യരുത്, മനസ്സിലാക്കി പഠിക്കും. മനസ്സിരുത്തി പഠിക്കുമ്പോൾ അതെന്നും മൈൻഡിലുണ്ടാവും, ഒരിക്കലും പോകില്ല. സോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ. എന്താണ് ഇതിന്റെ യൂസ്, ഇവിടെ എന്തിനു വേണ്ടിയിട്ട് ഈ മെറ്റഫർ യൂസ് ചെയ്തു എന്നൊക്കെ നിങ്ങൾ പഠിക്കണം. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസ ഉണ്ടല്ലോ, 6th സ്റ്റാൻസ യിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ദോ എന്നതിന്റെ മീനിങ്, ദോ എന്ന് അഡ്രസ് ചെയ്യുന്നത് ആരെയാണ്, അതുപോലെ തന്നെ ഈ തേർഡ് ലൈനിൽ പറഞ്ഞിട്ടുള്ള വുമൺ ആരാണെന്ന് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മദർ മേരിയാണ്. ഇത്രയൊക്കെയാണ് ഇതിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ്. കൂടാതെ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഐ ആം ദെയർ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ്. ഞാൻ ഐ ആം ദെയർ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ്, അവർക്ക് വരുന്ന എല്ലാ ഡേഞ്ചേഴ്സിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വോളാണ് ഞാൻ. ദെയർ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ, അവർക്ക് വരുന്ന പ്രശ്നങ്ങൾക്കെതിരെയുള്ള വിൻഡ് ആൻഡ് സ്നോ മീൻസ് പ്രശ്നങ്ങൾ, അവർക്ക് വരുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഒരു വോളായിട്ടും ഡേഞ്ചേഴ്സിനെതിരെ ഒരു ബാരിയർ ആയിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ആ മീനിങ്, ആ ലൈനിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയിഡ് ഇൻ ദ പോയം. അപ്പൊ നമ്മൾ ഈ ലൈൻ ഉണ്ടല്ലോ, ഡോർ അഗെയിൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ, അതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ 2 ലൈൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് അതേതാ? മെറ്റഫർ ആണ്. കാരണം അവർ സ്വയം ഡോറിനോടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്, മദർ. പിന്നെ
ഇതില് രണ്ടാമതായി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, എലാബറേറ്റ് ദ മെസ്സേജ് കൺവേഡ് ത്രൂ ദ ലൈൻസ്. അതിന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ലൈനിന്റെ ദ മെസ്സേജ് കൺവേഡ്, അതായത് ആ ലൈൻസ് ഉണ്ടല്ലോ, ഐ ആം ദെയർ ഡോർ അഗെയിൻസ്റ്റ്, ഐ ആം ദെയർ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ്, ഐ ആം ദെയർ ഡോർ അഗെയിൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ. ഈ രണ്ട് ലൈൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന മെസ്സേജ്, ഈ ലൈൻസിലൂടെ പോയിട്ട് റീഡേഴ്സിലേക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദ മെസ്സേജ് കൺവേഡ് ത്രൂ ദ ലൈൻ ഈസ് മദർ സ്റ്റാൻഡ്സ് ആസ് എ ബാരിയർ എഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ്. ഈ കവിതയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താന്ന് വെച്ചാൽ, അമ്മ നിലനിൽക്കുന്നത് ഒരു ബാരിയർ ആയിട്ടാണ് അവളുടെ ഫാമിലിക്ക് നേരെ വരുന്ന എല്ലാ ഡേഞ്ചേഴ്സിനെതിരെയും. ഹാപ്പൻ ദ ചൈൽഡ് ആൻഡ് ഫാമിലി, അവളുടെ ഫാമിലിക്കും കുട്ടികൾക്കും വരുന്ന എല്ലാ ഡേഞ്ചേഴ്സിനെതിരെ അവൾ ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നു. ഷീ സ്റ്റുഡ് ആസ് എ ബ്ലോക്ക് എഗെയിൻസ്റ്റ് ആൾ പ്രോബ്ലം, സ്വന്തം വീട്ടിലേക്ക് വരുന്ന എല്ലാ പ്രോബ്ലംസിനെതിരെയും ഒരു ബ്ലോക്ക് ആയിട്ട് അവള് നിലനിൽക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് വായിക്കണം, മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. കണ്ടോ? ഇതിന്റെ ഒരുപാട് നോട്ട്സ് ഒക്കെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് അതുകൂടി ഒന്ന് വാങ്ങണം. നല്ല നോട്ട്സ് ആണ്. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയി ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഈ വിൻഡ് ആൻഡ് സ്നോ പറയുന്നത്, അത് വിൻഡ് ആൻഡ് സ്നോ ലാസ്റ്റ് സ്റ്റാൻസിൽ പറയുന്ന വിൻഡ് ആൻഡ് സ്നോ, അതുപോലെ തന്നെ ദോ, ഈ വേർഡൊക്കെ ഒന്ന് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കണം. പിന്നെ അമ്മയെ എന്തൊക്കെയായിട്ടാണ് ഇതിൽ കമ്പയർ ചെയ്യുന്നത്, കീ സ്റ്റോൺ, ആർച്ച്, വോള്, ഡോറ്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ അമ്മയെ കമ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റഫർ ഏതാ? സോറി, ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ ആണ്. ഇതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പില്ലേഴ്സ്, കീ സ്റ്റോണ്, ഡോറ്, വാള്, ഇതൊക്കെ അമ്മ സ്വയം കമ്പയർ ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ മെറ്റഫോർ ആണ് ഈ പോയത്തിലുള്ള. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 4 ക്വസ്റ്റ്യൻസ് ആണ്. ചിലതിലൊക്കെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം വൺ വേർഡ് ആണ്. അപ്പൊ പിന്നെ ഈ ക്വസ്റ്റ്യൻസ് 4 മാർക്കിനാണ് എല്ലാം ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഞാൻ തന്ന ഇവിടെ ഒരു ജിസ്റ്റ് മാത്രമാണ്, നിങ്ങൾ ആ ലെവലിൽ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതണം. കാരണം ഇംഗ്ലീഷ് എക്സാം ആണ്, നമ്മൾ നല്ല വേർഡ്സ് യൂസ് ചെയ്ത് എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റഫേഴ്സ് ഏത്, ഫിഗർ ഓഫ് സ്പീച്ചസ് ഏത്, മദറിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, ആ മദറിന് ഫാമിലിയിലുള്ള ഇമ്പോർട്ടൻസ് എന്ത് എന്നൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിട്ട് വേണം എക്സാമിന് പോകാന്. എല്ലാ ഭാഗം വായിച്ചിട്ട് വേണം പോകാൻ. പിന്നെ കാതറിൻ ഡയനാനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്, പോയത്തിന്ന് മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ, എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ പോയത്തിന്റെ അപ്രീസിയേഷൻ ആണ്. മെയിൻ ആയിട്ടും അതല്ലേ ചോദിക്കാറ്. അപ്പൊ നമുക്ക് അതിന്റെ അപ്രീസിയേഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു അപ്രീസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളത് വായിക്കണം. ഞാൻ എഴുതി വെച്ചത് നിങ്ങൾ വായിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് മനസ്സിലായത് വെച്ചിട്ട് നിങ്ങളൊരു അപ്രീസിയേഷൻ ഉണ്ടാക്കിയിട്ട് അത് വേണം പഠിക്കാൻ. ഞാൻ തന്നതും പഠിക്കാം, പക്ഷെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ല് അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ വായിച്ചതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് സ്വന്തമായിട്ട് ഒരു അപ്രീസിയേഷൻ എഴുതിയിട്ടാണ് നിങ്ങൾ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ അപ്രീസിയേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതുവരെ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് അപ്രീസിയേഷനിലോട്ട് പോകാം. Any woman poem appreciation. Any woman by Catherine Tynan
a powerful poem. The poem explores the theme of feminism, motherhood, and individuality. Throughout the poem, the poet describes the value of a mother in a house and her love towards her children. The poem says mother is the pillars and keystone of the house. This means she is the integral part of the house. Without a mother, the family will lose its unity just like the ruined house. Without pillars and stone makes the house alive. There is no a happy family without her. She provides pure love for her children and provides them what they want and make them good children. The children can't grow without her. Her care and love hold her children in the family and show them right. Mother does all the activities in a house. All aspects of the house are connected with mother. She stands as a barrier and protects her children from all problems. She stands as a safeguard of the family. In the last part of the poem, the mother prays to God to not take her till children grow. It shows her utmost love towards her children. Any Woman is a poem with a simple and clear language, but the poem conveys strong content. The poem contains 6 stanzas and each stanza contains 4 lines. The poem is in rhyme. The rhyme scheme of the poem is ABAP except first stanza. The poem brings many images of mother to our mind. അപ്പൊ ഇത്രയാണ് നമുക്ക് പോയത്തിന്റെ അപ്രീസിയേഷൻ ആയിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ഇത് ഒന്ന് വായിച്ചിട്ട് മീനിങ് ഒക്കെ ഒന്ന് നോക്കാം. എനി വുമൺ ബൈ കാതറിൻ ടൈനാൻ ഈസ് എ പവർഫുൾ പോയം. കാതറിൻ ടൈനൻ എഴുതിയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള പോയാണ് എനി വുമൺ. ദ പോയം എക്സ്പ്ലോർസ് ദ തീം ഓഫ് ഫെമിനിസം, മദർഹുഡ്, ഇൻഡിവിജ്വാലിറ്റി. ഫെമിനിസം അതുപോലെ തന്നെ മദർഹുഡ്, ഇൻഡിവിജ്വാലിറ്റി, ഒരു വ്യക്തിയുടെ പേഴ്സണൽ വ്യക്തിത്വം, ഇതിനൊക്കെ ഈ പോയത്തില് നമുക്ക് പോയത്തിലുടനീളം കാണാൻ പറ്റുന്ന മെയിൻ തീംസ് ആണ്. ത്രൂ ഔട്ട് ദ പോയം ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ വാല്യൂ ഓഫ് എ മദർ ഇൻ എ ഹൗസ്. ഈ പോയത്തിലുടനീളം ഈ പോയറ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഒരു ഫാമിലിയിലെ മദറിനുള്ള വാല്യൂവിനെ പറ്റിയിട്ട്. നമ്മൾ കണ്ടല്ലോ ടൈനാൻ നമ്മുടെ എനി വുമൺ എന്നുള്ള പോയത്തിൽ എങ്ങനെയൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഒരമ്മ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ടൈനാൻ വളരെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ അമ്മ അവളുടെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാനും ഫാമിലി മെമ്പേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുപോകാനും ഒരുപാട് സ്ട്രഗിൾസ് നേരിടുന്നുണ്ട്. എല്ലാ ഡേഞ്ചേഴ്സിനെയും അതുപോലെ പ്രോബ്ലംസിനെ എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി അവൾ ഒരുപാട് ചലഞ്ചസ് ലൈഫിൽ നേരിടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ത്രൂ ഔട്ട് ദ പോയം ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ വാല്യൂ ഓഫ് എ മദർ. അപ്പൊ ഒരു അമ്മയുടെ വാല്യൂ എന്താന്ന് പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇൻ എ ഹൗസ് ആൻഡ് ഹെർ ലവ് ടുവേർഡ്സ് ഹെർ ചിൽഡ്രൻ. അമ്മയുടെ ഇമ്പോർട്ടൻസ് ഒരു വീട്ടിലുണ്ടാകും, അവളുടെ മക്കളോടുള്ള സ്നേഹത്തെ പറ്റിയിട്ടും പോയറ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റാൻസ്. അപ്രീസിയേഷൻ എഴുതുമ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മള് ഫസ്റ്റ് സ്റ്റാൻസയിൽ ഇന്ന പോയം ഇന്ന ആളാണ് എഴുതിയിട്ടുള്ളത്, ഇതിലെ ഇമ്പോർട്ടൻറ്റ് തീംസ് ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസ് എഴുതേണ്ടത്. അപ്പൊ അപ്രീസിയേഷന്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? പോയറ്റ് ആരാന്ന് എഴുതണം, പിന്നെ തീം എന്താന്ന് എഴുതാം. ഇത്രയാണ് നമ്മൾ അപ്രീസിയേഷന്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ എഴുതേണ്ടത്. The poet says mother is the pillars and the keystone of the house. This means she is the integral part of the house. Without a mother, the family will lose its unity.
just like the ruined house. Ruined house without pillars and keystone. She makes the house alive. There is no happy family without her. She provides pure love for her children and provides them what they want and make them good children. The children can't grow without her. അപ്പോൾ അടുത്ത സ്റ്റാൻസ അപ്രീസിയേഷന് ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ മേജർ തീംസും ഓതറിനെയും പോയത്തിനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്ത സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് 2 or 3 സ്റ്റാൻസയിൽ നമുക്ക് ഈ പോയത്തിന്റെ സമ്മറി എഴുതാം. സമ്മറി മീൻസ് നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ അല്ല എഴുതണ്ടേ. ഈ പോയം വായിച്ച് ഓരോ സ്റ്റാൻസയിലും നമുക്ക് എന്താ മനസ്സിലാവുന്നത് എന്നാണ് നമ്മൾ അപ്രീസിയേഷന്റെ സെക്കൻഡ് പാർട്ടിൽ എഴുതേണ്ടത്. അപ്പൊ സെക്കൻഡ് പാർട്ടില് എന്താ നമ്മുടെ സിക്സ് സ്റ്റാൻസയിലെ അതിന്റെ സമ്മറിയാണ്. ദ പോയറ്റ് സേസ് മദർ ഈസ് ദ പില്ലേഴ്സ് ആൻഡ് കീസ്റ്റോൺ ഓഫ് ദ ഹൗസ്. പോയറ്റ് പറയുന്നത് എന്താന്ന് വെച്ചാല് മദറാണ് ഈ വീടിന്റെ തൂണുകളും അതുപോലെ തന്നെ അടിത്തറയും എന്നാണ്. ദിസ് മീൻസ് ഷീ ഈസ് ദ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഹൗസ്. അവിടെ പില്ലർ കീസ്റ്റോൺ ഇത് ഒരുപാട് തവണ പറഞ്ഞതാണ്. ആ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത് എന്താ, ആ വീട്ടിലെ ഇമ്പോർട്ടന്റ് പാർട്ട് മദർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വിത്തൗട്ട് എ മദർ ദ ഫാമിലി വിൽ ലോസ്റ്റ് ഇറ്റ്സ് യൂണിറ്റി. അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് അതിന്റെ ഐക്യം നഷ്ടപ്പെടും. ജസ്റ്റ് ലൈക്ക് ദ റൂയിൻഡ് ഹൗസ്. ആ ഫാമിലി ഒരു റൂയിൻഡ് ഹൗസ് ആവും, കൊളാപ്സ് ആയ തകർന്നൊരു വീടാവും. അതിന് പില്ലേഴ്സും കീസ്റ്റോണും ഒന്നും ഉണ്ടാവില്ല. അതായത് ഒരു ഫാമിലിക്ക് ഫാമിലിയിലെ അമ്മയുടെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കീസ്റ്റോണിന്റെയും അതുപോലെ തന്നെ പില്ലേഴ്സിന്റെ ഇമേജ് യൂസ് ചെയ്യാണ് പോയിന്റ്. ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കീസ്റ്റോൺ ആവട്ടെ പില്ലേഴ്സ് ആവട്ടെ എത്ര ഇമ്പോർട്ടന്റ് ആണ്, അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറയുന്നത്. പില്ലേഴ്സും കീസ്റ്റോണും ഇല്ലാതായി കഴിഞ്ഞാൽ ആ ബിൽഡിങ് കൊളാപ്സ് ആവും. അതുപോലെ തന്നെ അമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ ആ ഫാമിലിയും കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ചെയ്യും. അത് പോയിട്ട് പറയുന്നുണ്ട്. ഷീ മേക്സ് ദ ഹൗസ് അലൈവ്. അമ്മയാണ്, ഷീ മീൻസ് അമ്മ, ഈ വീടിനെ ജീവസുറ്റതാക്കി മാറ്റുന്നത് അമ്മയാണ്. ദർ ഇസ് നോ ഹാപ്പി ഫാമിലി വിത്തൗട്ട് ഹെർ. അവൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു ഹാപ്പിനെസ്സും ആ ഫാമിലിയിൽ ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞു അമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് ലീവ് ചെയ്യാൻ, ഹൗസ് ഈസ് എ പ്ലേസ് വെർ വി ഹാവ് ടു ലീവ്, നമുക്ക് ജീവിക്കാൻ മാത്രമായിട്ടുള്ള ഒരു ഇടമായിട്ട് മാറും. അമ്മ ഇല്ലാതായി കഴിഞ്ഞ് അവിടെ ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് പോയിട്ട് പറയുന്നത്. ഷീ പ്രൊവൈഡ്സ് പ്യുവർ ലവ് ഫോർ ഹെർ ചിൽഡ്രൻ. അമ്മ അവളുടെ മക്കൾക്ക് പ്യുവർ ലവ് കൊടുക്കുന്നുണ്ട്. പ്രൊവൈഡ്സ് ദം വാട്ട് ദേ വാണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ അതൊക്കെ അമ്മ കൊടുക്കുന്നുണ്ട്. ആൻഡ് മേക്ക് ദം ഗുഡ് ചിൽഡ്രൻ. ആ കുട്ടികളെ വളർത്തി വലുതാക്കി അവര് നല്ല സമൂഹത്തിലെ നല്ല വ്യക്തികളാക്കി തീർക്കാനും അമ്മ ശ്രമിക്കുന്നുണ്ട്. ദ ചിൽഡ്രൻ കാൻ ഗ്രോ വിത്തൗട്ട് ഹെർ. ആ കുട്ടികൾക്ക് സ്റ്റാൻസിൽ നമ്മള് പറയുന്നത് എന്താ വെച്ചാല് ഫാമിലിയിൽ മദറിനുള്ള ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്നാണ്. കാരണം ഒരു ഹൗസിനെ, ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പില്ലേഴ്സ് കീസ്റ്റോണും എത്ര ഇമ്പോർട്ടന്റ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫാമിലിയിൽ മദറിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ ചിൽഡ്രൻ കാണ്ട് ഗ്രോ വിത്തൗട്ട് ഹെർ. അമ്മ എന്ന് പറയുന്നത് ഒരു ഫാമിലിയെ മൊത്തം പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫിഗറാണ്. അമ്മ ഉള്ള കാലത്ത് ആ ഫാമിലി നല്ല രീതിക്ക് നിലനിൽക്കും. അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ ഒരു ഹാപ്പിനെസ്സും ഇല്ല. ആ ഫാമിലിയുടെ യൂണിറ്റി ഐക്യം എല്ലാം നഷ്ടപ്പെട്ട് പലരും പല ദിക്കിലൊക്കെ പോകും. ഇപ്പൊ നമ്മള് പൊതുവേ ഉള്ള ഒരു കേസ് എടുത്താൽ തന്നെ കാണാൻ സാധിക്കുന്നത് അമ്മയുടെ മരണശേഷമായിരിക്കും മേ ബി എല്ലാ ഫാമിലിയിലും മക്കള് പല ദിക്കിലേക്കായിട്ട് മാറി പോകുന്ന. അമ്മ
കാരണം അമ്മ സ്വന്തം മക്കളെ ഒരു കുടക്കീഴിൽ അമ്മയുടെ അടുത്ത് നിൽക്കാനായിരിക്കും അമ്മ ശ്രമിക്കുക. അതായത് സ്വന്തം മക്കളെ കൂടെ നിർത്താനായിരിക്കും അമ്മ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ ആ വീട് നമുക്ക് ജീവിക്കാൻ മാത്രമുള്ള ഒരിടായിട്ട് തീരും. അവിടെ ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അമ്മ അവളുടെ ചിൽഡ്രൻസിന് വേണ്ട കെയർ ഒക്കെ കൊടുത്ത് അവളുടെ കുട്ടികളെ നല്ല രീതിക്ക് വളർത്തി ഒരിക്കലും നമ്മൾ പോയെടുത്തപ്പോൾ പറഞ്ഞു അമ്മയുടെ പ്യുവർ ലവ് മക്കൾക്ക് കിട്ടുന്നത് കൊണ്ട് അവളുടെ മക്കൾ ഒരിക്കലും വാണ്ടററായി തീരില്ല എന്ന് അമ്മ പറയുന്നുണ്ട്. അവള് മക്കൾക്ക് കൊടുക്കുന്ന പ്യുവർ ലവ്. സോ അവളുടെ മക്കള് സമൂഹത്തിൽ നല്ല വ്യക്തികളായിട്ട് ജീവിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആ അമ്മയ്ക്കുണ്ട്. Her care and love hold her. Children in the her care and love hold her children in the family and show them right. Mother does all the activities in a house. All aspects of the house are connected with mother. She stands as a barrier. She protects her children from all problems. She stands as a safeguard of the family. In the last part of the poem, mother prays to the god to not take her till the children. It shows her utmost love towards her children. അപ്പൊ നമുക്ക് നോക്കാം. ഹെർ കെയർ ആൻഡ് ലവ് ഹോൾഡ് ഹർ. അവളുടെ കെയർ, അതായത് പരിപാലനവും ലവും, അതായത് ഒരമ്മ എന്ന് പറയുന്ന സ്വന്തം കുഞ്ഞിനും ഫാമിലിക്കും ഒരുപാട് കെയറും ലവും കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് പ്യുവർ ലവ് കിട്ടുന്നത് അവരുടെ പാരന്റിൽ നിന്നാണ്, മെയിൻലി എസ്പെഷ്യലി അമ്മയിൽ നിന്നാണ്. സോ അമ്മ ഒരു കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അത് എണീക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ ഒരു കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു കൊടുക്കും. ഒരുപക്ഷെ അവളുടെ കാര്യങ്ങൾ, അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ വരെ മാറ്റി വെച്ചിട്ടായിരിക്കും ഒരമ്മ സ്വന്തം കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. അത്രയും കെയർ കൊടുത്തിട്ട് ഒരമ്മ ഒരു കുഞ്ഞിനെ നോക്കുന്നതിന് ഒരു കണക്ക് പറയാൻ ആർക്കും ആവില്ല. കാരണം അത്രയും കെയർ കൊടുത്തിട്ടാണ് ഒരമ്മ കുഞ്ഞിനെ വളർത്തുന്നത്. അത്രയും കെയർ കൊടുത്ത് അത്രയും കെയറും പ്യുവർ ലവും കൊടുത്ത് അവള് വളർത്തുന്ന കുട്ടികള് ഫാമിലിയിലും അതുപോലെ തന്നെ സൊസൈറ്റിയിലും നല്ലൊരു പാർട്ടായി തീരും. പിന്നെ അവള് ചെയ്യുന്ന ജോലികൾ, നല്ല പ്രവർത്തികൾ എന്തൊക്കെയാ, അവള് കാണിക്കുന്ന എല്ലാ റൈറ്റ് തിങ്സും അവളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കും. ആക്ടിവിറ്റീസ് അവളുടെ മക്കളും കാണുന്നതാണ്. അമ്മ വീട്ടിലെടുക്കുന്ന പണികളും ഹൗസ് കോർ ഡ്യൂട്ടീസും എല്ലാം. അതൊക്കെ all aspects of the house are connected with mother. അതായത് ഒരു ഫാമിലിയിലെ, ഒരു വീട്ടിലെ ഒരു ഹൗസിലെ എല്ലാ കാര്യങ്ങളും അമ്മയായിട്ട് കണക്റ്റഡാ. അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. കാരണം അമ്മ ഉള്ളത് കൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആളുണ്ട്, നമ്മുടെ ഡ്രസ്സ് അയൺ ചെയ്ത് തരാൻ ആളുണ്ട്, റൂം ക്ലീൻ ചെയ്യാൻ, അതുപോലെ വോള് ഡെക്കറേറ്റ് ചെയ്യണം, അങ്ങനെ എല്ലാത്തിനും നമുക്ക് അമ്മയെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. ഇപ്പൊ ഒരു വീടെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഹസ്ബൻഡ് ആവട്ടെ, ചിൽഡ്രൻ ആവട്ടെ, എല്ലാവരും മദറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. അവിടുത്തെ ലേഡി ഫിഗറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാ. സോ അമ്മ ആ വീട്ടിലെ എല്ലാ കാര്യവുമായിട്ട് കണക്റ്റഡ് ആണ്. She stands as a barrier and protects her children. അമ്മ നിലനിൽക്കുന്നത് എന്താ, ഒരു ബാരിയർ ആയിട്ടാ. ഒരു തടസ്സം പോലെയാണ്. കുട്ടികൾക്ക് നേരെ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് മുന്നിലും അവരൊരു ബാരിയറായി നിന്നിട്ട് ആ പ്രശ്നങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളെ ബാധിക്കാതെ, അതേപോലെ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് എത്താതെ അവര് ആ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് അതിന് മുന്നിൽ ഒരു ബാരിയർ ആയിട്ട് നിലനിൽക്കും. She stands as a safeguard of the family. ആ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സേഫ് ഗാർഡ്, ബോഡി ഗാർഡ് ഒക്കെ പോലെ, ഒരു സേഫ് ഗാർഡ് പോലെ ഫാമിലിയെ വോളായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫിഗറാണ് മദർ. In the last part of the poem, the mother prays to God.
അതുപോലെ ഇതിന്റെ ലാസ്റ്റ് പാർട്ടില്, നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസയില് അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താ? അല്ലയോ ദൈവമേ, പുൽത്തകിടിയിൽ ഒരു സ്ത്രീ പ്രസവിച്ചതല്ലേ നിങ്ങളെ, അതുകൊണ്ട് നിങ്ങള് എന്റെ മക്കളെ വളരുന്നത് വരെ എന്നെ ജീവിക്കാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. മദർ പ്രേസ് ടു ദ ഗോഡ് ടു നോട്ട് ടേക്ക് ഹർ ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? എന്റെ മക്കൾ വളരുന്നത് വരെ എന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കരുത്. അതായത് എന്റെ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാവുന്നത് വരെ ദൈവം എന്നെ മരണത്തിന് വിട്ടുകൊടുക്കരുത് എന്ന് അവൾ പ്രാർത്ഥിക്കുക. ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മദറിന് കുട്ടികളോടുള്ള കെയർ എത്രത്തോളം ഉണ്ടെന്നാണ്. കാരണം ഒരു ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സ്ട്രഗിൾസും ചലഞ്ചസും എല്ലാം അവള് ഡേ ടു ഡേ ഫേസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അവളുടെ ഫാമിലി മെമ്പേഴ്സിന് ഒന്നും വരാണ്ട് അവരെ സേഫായിട്ട് നല്ല സ്നേഹം കൊടുത്ത് നിലനിർത്താൻ വേണ്ടിയാണ് അവൾ ശ്രമിക്കുന്നത്. അപ്പോൾ അവള് ഇവിടെ പറയുന്നത് എന്താ? ഇവിടെ അവള് പ്രാർത്ഥിക്കുന്നത് എന്നെ തിരിച്ചു വിളിക്കരുത്, അതായത് എന്നെ മരിക്കാൻ അനുവദിക്കരുത് എന്ന്. കാരണം എന്താ? അവൾക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണോ അവള് മരിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നതല്ല. അവളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവൾ കുറച്ചു കാലം കൂടി ജീവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം മക്കൾ ചെറിയ കുഞ്ഞുങ്ങളാണ്, ഇവര് വലുതാവുന്നത് വരെയും നിങ്ങൾ തന്നെ ജീവിക്കാൻ കഴിയണം. കാരണം അവളുടെ ഹോൾ ലൈഫ് മാറ്റി വെച്ചിട്ടുള്ളത് ആർക്ക് വേണ്ടി? കുട്ടികൾക്ക് വേണ്ടി. അതുകൊണ്ടാണ് അമ്മ ഇവിടെ ഇങ്ങനെ ഒരു പ്രാർത്ഥന എടുക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് വരെ എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയിൽ പോലും ആ അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കാരണം അമ്മ എങ്ങനെയാണ് തന്റെ മക്കളെ ഇത്രയും സ്നേഹം കൊടുത്ത് വളർത്തുന്നത്. അതായത് ഒരമ്മയ്ക്ക് മക്കളെ നോക്കി എങ്ങനെ കെയർ കൊടുക്കുന്നു അതുപോലെ ചെയ്യാൻ ആർക്കും പറ്റില്ല എന്നുള്ള ഒരു തീമും കൂടി ഇവിടെ നമ്മുടെ കാതറിൻ ടൈനൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ എഴുതിയിട്ടുള്ളത് നോക്കുക. അമ്മയുടെ ആ ഒരു കെയർ അതെന്ന് പറഞ്ഞാല് അവളുടെ പ്രാർത്ഥനയിൽ പോലും നിറഞ്ഞു നിൽക്കുന്നത് അവൾക്ക് നല്ലത് വരട്ടെ, അല്ലെങ്കിൽ അവൾക്കെല്ലാം കിട്ടട്ടെ എന്നല്ല. അവൾക്ക് ജീവിക്കണം. എന്തിനാ അവള് ജീവിക്കുന്നത്? ലൈഫ് മക്കളെ നന്നായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ചുകൂടി കാലം ജീവിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഷോസ് ഹെർ അറ്റ്മോസ്റ്റ് ലവ് ടുവേർഡ്സ് ഹെർ ചിൽഡ്രൻ. ഈ പ്രാർത്ഥന കാണിക്കുന്നത് അവളുടെ മക്കളോടുള്ള സ്നേഹത്തിന്റെ ഡെപ്തിനെയാണ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള സ്നേഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും പാർട്ട് ക്ലിയർ ആണോ? ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസിയും കൂടിയാണ് നോക്കാനുള്ളത്. അപ്പൊ ഞാനിവിടെ 4 പാരഗ്രാഫ് ആക്കിയിട്ടാണ് നമ്മുടെ അപ്രീസിയേഷൻ എഴുതിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മുടെ വർക്ക് എഴുതിയിട്ടുള്ളത് കാതറിൻ ടൈനാന എന്ന് പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻറ്റ് തീംസ് പറഞ്ഞു. സെക്കൻഡ് ആൻഡ് തേർഡ് പാരഗ്രാഫിൽ നമ്മൾ ഈ പോയത്തിന്റെ ചെറിയൊരു സമ്മറി കൊടുത്തു. 2 സ്റ്റാൻസയിലായിട്ട് നമ്മൾ ഈ പോയത്തിന്റെ ഓരോ സ്റ്റാൻസയിലും പറയുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ സമ്മറി ആയിട്ട് കൊടുത്തു. ഇനി ലാസ്റ്റ് സ്റ്റാൻസിൽ നമ്മൾ ഈ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ യൂസ് ചെയ്ത ഫിഗർ ഓഫ് സ്പീച്ച്, ഇതൊക്കെയാണ് ലാസ്റ്റ് സ്റ്റാൻസയിൽ നമുക്ക് പറയാനുള്ളത്. Any Woman is a poem with simple and clear language, but the poem conveys a strong content. The poem contains 6 stanzas and each stanza contains 4 lines. The poem is in rhyme. The rhyming scheme of the poem is ABAB except first stanza. The poem brings many images of a mother to our mind. The poet has used
used many figures of speech such as metaphors, symbols, etc. to beautify the poem. The poem has a strong message. The message of the poem is the need of protecting our dear mothers. Any Woman is a evergreen poem that its importance never fades. I think it is a must-read poem by all. All should understand its meaning because it is written in simple language. ഓക്കെ, നമുക്ക് ലാസ്റ്റ് 2 പാരഗ്രാഫ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. Any Woman is a poem with a simple and clear language. വളരെ ക്ലിയറും അതുപോലെ തന്നെ മൃദുവും ആയിട്ടുള്ള ഭാഷയിലാണ് നമ്മുടെ ഈ പോയം എഴുതിയിട്ടുള്ളത്. ബട്ട് ദ പോയം കൺവേസ് എ സ്ട്രോങ് കണ്ടന്റ്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചെറിയ പോയാണ്, 6 സ്റ്റാൻസിലുള്ള ഒരു കുഞ്ഞു പോയാണ്. അത് ഒരുപാട് മീനിങ്, അതായത് ഒരുപാട് അർത്ഥതലങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. The poem contains 6 stanzas and each stanza contains 4 lines. 6 stanza ഒരു പോയാണ്. അതിലെ ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് വീതമാണുള്ളത്. The poem is ഒരു റൈമിലാണ്, റൈമിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. The rhyme scheme of the poem is ABAB except first stanza. അപ്പോൾ ഈ പോയത്തിന്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് ABAB എന്നാണ്. ABAB except the first stanza. കാരണം നമ്മൾ പോയം എടുത്ത ടൈമിൽ പറഞ്ഞിരുന്നു ഈ പോയം ഫസ്റ്റ് സ്റ്റാൻസയിലെ റൈമിംഗ് സ്കീം ABCDയും സെക്കൻഡ് സ്റ്റാൻസ മുതൽ ലാസ്റ്റ് സ്റ്റാൻസ വരെ റൈമിംഗ് സ്കീം AB ആണെന്ന്. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻസയുടെ ABCDയും മറ്റേതിന്റെ ABAB ആണ്. അപ്പൊ ഫസ്റ്റിന്റെ ഓർത്ത് വെക്കണം എന്നില്ല, നിങ്ങൾ എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ കേട്ടോ. The poem brings many images of a mother to mind. ഈ പോയം ഒരു അമ്മയുടെ ഒരുപാട് ഇമേജസ്, അത് ശരിയാണ്, നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ശരിയാണ്, നമുക്ക് അത് കാണാൻ സാധിക്കുന്നു. അമ്മ ഈ പോയം വായിക്കുമ്പോൾ നമ്മള് നമ്മുടെ അമ്മയെ തന്നെ ഓർത്തു പോകും. കാരണം അവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. എല്ലാ മദേഴ്സും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് ഈ പോയം വായിക്കുമ്പോൾ മനസ്സിലാവും. ഒരു മദർ ഫാമിലിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഈ പോയം. അതുകൊണ്ട് ഇതുപോലെ എപ്പോഴും വർക്ക് ചെയ്യുന്ന, വീട്ടിലെ ജോലികൾ ചെയ്യുന്ന അമ്മയുടെ പല പല ഇമേജുകൾ നമുക്ക് ഈ പോയം വായിക്കുമ്പോൾ കിട്ടും. അതൊക്കെ ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ പോയം നമുക്ക് വായിച്ചിട്ട് മീനിങ് മനസ്സിലാക്കല് അത്ര സുഖമുള്ള കാര്യമല്ല. പക്ഷെ ഈ പോയത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നമുക്ക് വായിച്ചാൽ അപ്പൊ തന്നെ മനസ്സിലാവുന്നതാ. അതുപോലെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓരോ ഇമേജസും കടന്നു വരും. അത്രയ്ക്ക് ബ്യൂട്ടിയിലാണ്, പോയറ്റിക് ബ്യൂട്ടി ഉള്ള ഒരു പോയാണ് നമ്മുടെ കാതറിൻ ടൈനന്റ് ഈ എനി വുമൺ എന്ന് പറഞ്ഞ പോയം. ആ പോയത്തിന്റെ ലാംഗ്വേജ് ആവട്ടെ വളരെ സിമ്പിളാ. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ സിമ്പിൾ സെന്റൻസിലാണ് നമ്മുടെ ഡൈനൻ ഈ പോയം എഴുതിയിട്ടുള്ളത്. നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പോയമാണിത്. ഞാൻ +2 പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയായിരുന്നു ഇത്. അപ്പോൾ ഞാൻ എക്സാമിനൊക്കെ നന്നായിട്ട് എഴുതിയിരുന്ന ഒരു പോയാണ്. വളരെ സിമ്പിളാണ്, നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഇതിന്റെ മീനിങ് വളരെ സിമ്പിളാണ്. കാര്യമായിട്ട് ഇതിൽ ഒറ്റ തീമേ പറയുന്നുള്ളൂ. ഒരു ഫാമിലിയില് അമ്മയ്ക്കുള്ള ഇമ്പോർട്ടന്റ് എന്താ, അവര് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ, അമ്മയുടെ ക്വാളിറ്റീസ് എന്താ, ഇതൊക്കെയാ ഈ പോയത്തിൽ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം. The poet has used many figures of speech, such as metaphors, symbols, etc., to beautify the poem. The poet has used many figures of speech, such as metaphors, symbols, etc., to beautify the poem. The poem has a strong message. The message of the poem is the need of protecting our
ഡിയർ മദേഴ്സ്, നമുക്ക് അതുവരെ നോക്കാതെ. The poet has used many figures of speech in this poem. അപ്പൊ ഈ പോയത്തിൽ നമ്മുടെ പോയറ്റ് ആയിട്ടുള്ള കാതറിൻ ടൈനൻ ഉണ്ടല്ലോ, ഒരുപാട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. സച്ചാസ് ലൈക്ക് മെറ്റഫർ, സിമിലി, സിമ്പിൾസ്, അങ്ങനെ ഒരുപാട് എക്സെട്ര ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമലി ഒരു പോയം എഴുതുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുന്നത്? ആ പോയത്തിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ. അതായത് നമ്മൾ ആ പോയത്തിലൂടെ ഉണ്ടല്ലോ, മെസ്സേജിനെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പോയത്തിൽ നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുന്നത്. അപ്പൊ കാതറിൻ ടൈനൻ ഇതിൽ ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി മെറ്റഫേഴ്സ്, അവരുടെ യൂസ് ഓഫ് മെറ്റഫേഴ്സ് നമ്മൾ കണ്ടതാണ്. ഇതിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മയെ പില്ലേഴ്സ്, കീ സ്റ്റോണ്, ഡോറ്, വോള്, ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മെറ്റഫർ യൂസ് ചെയ്തുകൊണ്ട്, ഇങ്ങനെ ഒരു കമ്പാരിസൺ യൂസ് ചെയ്തത് കൊണ്ടാണ് ഈ പോയം ഇത്രയും ബ്യൂട്ടിഫുൾ ആയി തീർന്നത്. അതുകൊണ്ട് നമുക്ക് ടൈനന്റെ ടാലന്റിനെ, പോയറ്റിക് ടാലന്റിനെ നമുക്ക് പ്രൈസ് ചെയ്തേ മതിയാവുള്ളൂ. കാരണം അവര് ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തത് കൊണ്ടാണ് ഈ പോയം ഇത്രയും ബ്യൂട്ടിഫുള്ളും ക്ലിയറും ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. The poem has a strong message. ഈ പോയത്തിന് ഒരു സ്ട്രോങ് മെസ്സേജ് ഉണ്ട്. കാരണം നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നതാ, നമ്മള് മദേഴ്സിനെ പൊതുവെ തള്ളി പറയുന്ന ഒരു കാലാണ്. അവർക്കൊരു ഇമ്പോർട്ടൻറ്റും ഇല്ല, അവർക്ക് ഒരു ക്വാളിറ്റി ഇല്ല, അങ്ങനെ പറഞ്ഞ് മദറിനെ നമ്മള് എന്താ താഴ്ത്തി കിട്ടുന്ന ഒരു സമൂഹം നമുക്കുള്ളത്. ആ ഒരു സമൂഹത്തില് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയാണത്. കാരണം ഒരു ഫാമിലിയിൽ മദറിനെ ഇമ്പോർട്ടന്റ് എന്തൊക്കെയാണ് എന്നാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മള് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാത്ത കാണുമ്പോൾ നമ്മുടെ അമ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഈ പോയം വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ഉള്ള ഓരോ അമ്മമാരുടെയും പ്രാധാന്യം എന്ത്, ഒരു നിമിഷം നമ്മൾ നമ്മുടെ സ്വന്തം അമ്മയെ ഒന്ന് ഓർത്തു പോകും പോയം വായിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ പോയം കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, വലുത് തന്നെ, സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് തന്നെയാണ്. The message of the poem is the need of protecting our dear mothers. നമ്മുടെ ഈ പോയത്തിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മളെ ചെറുപ്പം തൊട്ട് വളർത്തി വലുതാക്കി നമുക്ക് ഒരുപാട് കെയറും പ്യുവർ ലവും എല്ലാം തന്നിട്ടാണ് നമ്മുടെ പാരന്റ്സ് നമ്മളെ വളർത്തുന്നത്. എന്നിട്ട് നമ്മൾ സമൂഹത്തിൽ പൊതുവെ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, പ്രായമായി കഴിഞ്ഞാൽ പാരന്റ്സിനെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞ് സ്വന്തം വഴിക്ക് മക്കള് പോവുക. ഇതുപോലെ പണ്ട് അമ്മമാര് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ മക്കള് നന്നായിട്ട് ഗ്രോ ചെയ്യില്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. നമ്മള് ഇന്ന് പാരന്റ്സിനെയൊക്കെ ഓൾഡ് ഏജ് ഹോമിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി തള്ളുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ചുറ്റുമുള്ളത്. ഡേ ടു ഡേ ഓരോ ഓൾഡ് ഏജ് ഹോംസ് തുറന്നുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ കാരണം എന്താ? നമ്മുടെ ആ അമ്മമാരുടെ മക്കള് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരിക്കലും തയ്യാറല്ല. എല്ലാവരും വലുതായി കഴിഞ്ഞാൽ സ്വന്തം സുഖം തേടി പോകുന്നവരെ. ഇതിന്റെ ഇടയ്ക്ക് അമ്മയെ മൈൻഡ് ചെയ്യാനൊന്നും ആർക്കും ടൈമില്ല. അതുകൊണ്ട് തന്നെ നമ്മള് അമ്മയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് പോയറ്റ് ഈ കവിതയിലുടനീളം പറയുന്നത്. Any woman is an evergreen poem that its importance never fades. Any woman എന്ന് പറയുന്നത് എവർഗ്രീൻ, എന്നും നിലനിൽക്കുന്ന ഒരു പോയാണ്. അതിന്റെ ഇമ്പോർട്ടന്റ് ഒരിക്കലും മങ്ങുകയില്ല. ഫേഡ്സ്, നെവർ ഫേഡ്സ്, ഒരിക്കലും മങ്ങുകയില്ല. I think it's a must read poem by all. ഞാൻ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ പോയം എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പോയ. കാരണം നമുക്ക് നമ്മുടെ അമ്മയോടുള്ള ട്രീറ്റ്മെന്റിൽ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യേണ്ട പോയാണിത്. All should understand its meaning because it is written in simple language. എല്ലാവർക്കും, നമ്മളിപ്പോ ചില പോയൊന്നും വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അത് അത്രയും കീൺ ഒബ്സർവ് ചെയ്ത് വായിക്കുന്ന ആൾക്ക് മാത്രമായിരിക്കും അത് മനസ്സിലാവാൻ പറ്റുക. പക്ഷെ ഈ പോയെന്ന് പറഞ്ഞാല് എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല്
വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പോയത്തെ പറ്റിയിട്ട് അപ്രീസിയേഷൻ അടക്കം ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഞാൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും തന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളത് വേറൊരു പോയം നമുക്ക് എക്സാം ഷീറ്റ് തരും. ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറൊരു പോയം പുറത്തുനിന്നുള്ള വേറെ ഏതെങ്കിലും പോയം തന്നിട്ട് ആ പോയം ഈ പോയം തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഫസ്റ്റ് നമ്മള് നമ്മുടെ പോയം ഉണ്ടല്ലോ, ഈ പോയം എഴുതിയിരിക്കുന്ന ഗ്യാതറിംഗ് ആയിട്ടൊക്കെ എഴുതുക. എന്നിട്ട് നെക്സ്റ്റ് പോയത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എന്നിട്ട് രണ്ട് പോയത്തിൽ സമ്മറി ഒരു പാരഗ്രാഫിൽ സെപ്പറേറ്റ് ആയി കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റാൻസയിൽ നമ്മൾ രണ്ട് പോയത്തിനെയും കമ്പയർ ചെയ്യുക. രണ്ടിലും തീം എന്താ, രണ്ടിൽ കൊടുത്തിരിക്കുന്ന മീനിങ്സ് എന്താ, മെസ്സേജ് എന്താന്നൊക്കെ ഒന്ന് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് സ്റ്റാൻസ ഒരു കൺക്ലൂഷൻ. അങ്ങനെ ഒരു 4 സ്റ്റാൻസയിൽ ഇതിന്റെ ഇങ്ങനെ കമ്പയർ ചെയ്ത് ചോദിക്കാം, കമ്പയർ ചെയ്ത് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻസയിൽ രണ്ടിന്റെയും മെയിൻ തീം എന്താന്ന് എഴുതുക, രണ്ട് പോയത്തിന് ഇതാക്കുക. പിന്നെ അടുത്തതില് രണ്ടിന് ഷോർട്ട് സമ്മറി കൊടുക്കുക. പിന്നെ അടുത്തതിന് രണ്ടും കൂടി കമ്പയർ ചെയ്യുക. പിന്നെ ഒരു ചെറിയ കൺക്ലൂഷനും. ഇത്രയും കൊടുത്തെഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് തന്നെ മേടിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ എനിവുമൻ എന്ന് പറഞ്ഞിട്ടുള്ള പോയം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷനും സമ്മറിയും നോക്കി. ഈ ക്ലാസ്സിൽ നമ്മൾ എനിവുമൻ ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഒരു 4-5 സ്റ്റാൻസ് വരുന്ന അപ്രീസിയേഷനും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ബൈ.